ഏവർക്കും സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT +1 ജിയോഗ്രഫിയിലെ 3ാമത്തെ അധ്യായം നീരൊഴുക്ക് വ്യൂഹത്തെ പറ്റിയാണ്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. നീരൊഴുക്ക് വ്യൂഹം എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം പഠിച്ചത്? 4 നീരൊഴുക്ക് മാതൃകകളെ പറ്റി പഠിച്ചു. ശിഖരാകൃത മാതൃക, കേന്ദ്രപ്രഭവ മാതൃക, ജലായുധ മാതൃക, അഭികേന്ദ്ര മാതൃക. പിന്നെ പഠിച്ചത് എന്താ? നീരൊഴുക്കിന്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യൻ നദീവ്യവസ്ഥയെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അറബിക്കടൽ നദീവ്യൂഹവും രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹവും. പിന്നെ പഠിച്ചത് നീർത്തടത്തിന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി നദീതടങ്ങളെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് മേജർ റിവർ ബേസിൻ, രണ്ടാമത്തേത് മീഡിയം റിവർ ബേസിൻ, 3 മൈനർ റിവർ ബേസിൻസ്. മേജർ റിവർ ബേസിൻസ് എന്ന് പറയുന്നത് 20,000 ചതുരശ്ര കിലോമീറ്ററിലധികം വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ്. മീഡിയം റിവർ ബേസിൻസ് എന്ന് പറയുമ്പം 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ്. മൈനർ റിവർ ബേസിൻസ് എന്ന് പറയുമ്പോൾ 2000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ് ഉൾപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഉത്ഭവരീതി, സ്വഭാവ സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹത്തെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹവും രണ്ടാമത്തേത് ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹവും. ഹിമാലയൻ നദികളിൽ പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ സിന്ധു നദിയെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തി. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഗംഗാ നദീവ്യൂഹത്തെ പറ്റിയിട്ടും ബ്രഹ്മപുത്ര നദീവ്യൂഹത്തെ പറ്റിയിട്ടുമാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഗംഗാ നദീവ്യൂഹം നദീതടത്തിൻ്റെ പ്രത്യേകതയാലും സാംസ്കാരികമായ പ്രാധാന്യത്താലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ഗംഗ. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്ന് ഒരു ചെറു അരുവിയായി ഉത്ഭവിക്കുന്ന ഗംഗ ഇവിടെ ഭാഗീരഥി എന്നറിയപ്പെടുന്നു. മധ്യ ഹിമാലയത്തിലും ലെസർ ഹിമാലയത്തിലും ഭാഗീരഥി ഇടുങ്ങിയ ഗിരികന്ധര താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. ബദരീനാഥിനു മുകളിൽ സതോപാന്ത് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദ ഭഗീരഥി നദിയുമായി ദേവപ്രയാഗിൽ സംഗമിക്കുന്നു. ഇതിനുശേഷമാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ധൂളിഗംഗ, വിഷ്ണുഗംഗ എന്നീ അരുവികൾ ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ കൂടിച്ചേർന്നാണ് അളകനന്ദയായി മാറുന്നത്. അളകനന്ദയുടെ മറ്റു പോഷക നദികളായ പിണ്ടാർ കർണപ്രയാഗിലും മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ രുദ്രപ്രയാഗിലും അളകനന്ദയുമായി ചേരുന്നു. അപ്പൊ ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു നദിയാണ് ഗംഗ. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗോമുഖിനടുത്തുള്ള ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. അപ്പം ഗംഗാ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ഗംഗോത്രി ഹിമാനി എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗോമുഖിനടുത്തുള്ള ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഗംഗാ നദി ഉത്ഭവിക്കുമ്പോൾ ഒരു ചെറു അരുവിയായിട്ടാണ് ഉത്ഭവസ്ഥാനം. ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദിയുടെ പേര് ഭഗീരഥി എന്ന പേരാണ്. ഭഗീരഥി എന്ന പേരിലാണ് ഗംഗാ നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത്. ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥി നദി അളകനന്ദയുമായിട്ട് സംഗമിക്കുന്നു. അതിനുശേഷമാണ് ഭഗീരഥി ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് അളകനന്ദയുടെ ഉത്ഭവസ്ഥാനാണ്. ബദരീനാഥിന് മുകളിലുള്ള സതോപാന്ത് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ നദിയുടെ ഉത്ഭവം. ബദരീനാഥിന് മുകളിലുള്ള സതോപാന്ത് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. ധൂളിഗംഗ, വിഷ്ണുഗംഗ എന്നീ അരുവികൾ വിഷ്ണുപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നാണ് അളകനന്ദയായിട്ട് മാറുന്നത്. ഇതൊന്ന് ഓർത്തു വെക്കണേ. ധൂളിഗംഗ, വിഷ്ണുഗംഗ എന്നീ അരുവികൾ വിഷ്ണുപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നാണ് അളകനന്ദയായിട്ട് മാറുന്നത്. അളകനന്ദയുടെ പോഷക നദികളാണ് പിണ്ടാറും മന്ദാകിനിയും. മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ. പിണ്ടാർ, മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ എന്നിവയാണ് അളകനന്ദയുടെ പോഷക നദികൾ. കർണപ്രയാഗിൽ വെച്ചിട്ടാണ് പിണ്ടാർ നദി അളകനന്ദയുമായിട്ട് ചേരുന്നത്. അതുപോലെ രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ് മന്ദാകിനി നദി അളകനന്ദയുമായി ചേരുന്നത്. ഒന്നുകൂടെ പറയാം. കർണപ്രയാഗിൽ വെച്ചാണ് പിണ്ടാർ നദി അളകനന്ദയുമായിട്ട് ചേരുന്നത്. രുദ്രപ്രയാഗിൽ വെച്ചാണ് മന്ദാകിനി അളകനന്ദയുമായിട്ട് കൂടിച്ചേരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, നദിയുടെ പുനരുജ്ജീവനം എന്നീ ഇരട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ
പതാക വാഹക പദ്ധതിയായി 2014 ജൂണിൽ ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പദ്ധതി. 2014 ജൂണിൽ ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പദ്ധതി. 2014 ജൂൺ മാസത്തിൽ വന്ന ഒരു പദ്ധതിയാണ് നമാമി ഗംഗ പദ്ധതി. ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായിട്ട് കുറയ്ക്കുക, അതുപോലെ നദിയുടെ പുനരുജ്ജീവനം എന്നീ ഇരട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണ് നമാമി ഗംഗ പദ്ധതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമാമി ഗംഗ പദ്ധതിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ പറ്റിയാണ്. ഒന്നാമത്തേത് മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ കൊണ്ടുവരിക, നദീമുഖ വികസനം, നദീ ഉപരിതല ശുചീകരണം, ജൈവ വൈവിധ്യം, വനവൽക്കരണം, പൊതുജന ബോധവൽക്കരണം, വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം, ഗംഗാഗ്രാമം. ഇതൊക്കെയാണ് നമാമി ഗംഗ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഒന്നുകൂടെ പറയാം. നമാമി ഗംഗ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ: മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ കൊണ്ടുവരിക, നദീമുഖ വികസനം, നദീ ഉപരിതല ശുചീകരണം, ജൈവ വൈവിധ്യം, വനവൽക്കരണം, പൊതുജന ബോധവൽക്കരണം, വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം, ഗംഗാഗ്രാമം. ഗംഗാ നദിയുടെ ബാക്കി ഭാഗം പഠിക്കാം. ഹരിദ്വാറിൽ വെച്ച് സമതലത്തിൽ പ്രവേശിക്കുന്ന ഗംഗ തുടക്കത്തിൽ തെക്കു ദിശയിലും പിന്നീട് തെക്ക് കിഴക്ക് ദിശയിലും ഒഴുകി ഹുഗ്ലി, പത്മ എന്നീ കൈവഴികളായി പിരിയുന്നതിന് മുൻപ് കിഴക്ക് ദിശയിൽ ഒഴുകുന്നു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ 2525 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന ഗംഗയുടെ നദീതടത്തിന് ഇന്ത്യയിൽ മാത്രം 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹമായ ഗംഗാ നദീവ്യൂഹത്തിൽ വടക്ക് ഹിമാലയ പർവ്വതത്തിൽ നിന്നും തെക്ക് ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നും ഉത്ഭവിക്കുന്ന വറ്റാത്തതും വറ്റിപ്പോകുന്നതുമായ ധാരാളം നദികൾ ഉൾപ്പെടുന്നു. ഗംഗാ നദിയുടെ ഒരു പ്രധാന വലതുതീര പോഷക നദിയാണ് സോൺ. പ്രധാന ഇടതുതീര പോഷക നദിയാണ് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ എന്നിവ. സാഗർ ദ്വീപിനടുത്ത് വെച്ച് ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗംഗാ നദി ഇന്ത്യയിൽ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഗംഗാ നദിയുടെ നീളം, ഇന്ത്യയിൽ ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ ദൂരമാണ് ഗംഗാ നദി ഒഴുകുന്നത്. 2525 കിലോമീറ്ററാണ് ഗംഗാ നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഗംഗാ നദിയുടെ നദീതടത്തിന് ഇന്ത്യയിൽ മാത്രം 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് സാഗർ ദ്വീപിനടുത്ത് വെച്ചാണ്. സാഗർ ദ്വീപിനടുത്ത് വെച്ചാണ് ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഗംഗാ നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗാ നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. തുടക്കത്തിൽ തെക്ക് ദിശയിലേക്കാണ് ഗംഗാ നദി ഒഴുകുന്നത്. പിന്നീട് തെക്ക് കിഴക്ക് ദിശയിലേക്ക് ഒഴുകി ഗംഗാ നദി ഹുബ്ലി, പത്മ എന്നീ കൈവഴികളായിട്ട് പിരിയുന്നു. ഇനി ഏതൊക്കെയാണ് ഗംഗയുടെ പ്രധാന പോഷക നദികൾ എന്ന് നോക്കാം. ഗംഗാ നദിയുടെ വലത് തീരത്തുള്ള ഒരു പ്രധാന പോഷക നദിയാണ് സോൺ നദി. ഇടത് തീരത്തുള്ള ഗംഗയുടെ പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ. അപ്പോൾ ഗംഗാ നദിയുടെ വലത് തീരത്തുള്ള ഒരു പ്രധാന പോഷക നദിയാണ് സോൺ നദി. രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ എന്നിവ ഗംഗയുടെ ഇടത് തീരത്തുള്ള പ്രധാന പോഷക നദികളാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ഗംഗാ നദീവ്യൂഹം എന്ന് നമുക്കറിയാലോ. വടക്ക് ഹിമാലയത്തിൽ നിന്നും തെക്ക് ഉപദ്വീപിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന വറ്റിപ്പോകുന്നതും വറ്റിപ്പോകാത്തതുമായ ധാരാളം നദികൾ ഗംഗാവ്യൂഹത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയായ യമുന നദിയെ പറ്റി നമുക്ക് പഠിക്കാം. ഗംഗാ നദിയുടെ ഏറ്റവും വലുതും ഏറ്റവും പടിഞ്ഞാറു ദിശയിലൂടെ ഒഴുകുന്നതുമായ പോഷക നദിയാണ് യമുന. ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവിലുള്ള യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുന പ്രയാഗിൽ വെച്ച് ഗംഗാ നദിയുമായി സംഗമിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ആരംഭിക്കുന്ന ചമ്പൽ, സിന്ധ്, ബെദ്വ എന്നീ നദികൾ വലതു തീരത്തു നിന്നും യമുനയിൽ ചേരുന്നു. ഹിന്ദൻ, റിംഗ്, സെങ്കർ, വരുണ എന്നിവ ഇടതു തീരത്തു നിന്നും
വന്നു ചേരുന്ന യമുനയുടെ പോഷക നദികളാണ്. കിഴക്കു പടിഞ്ഞാറൻ ഗംഗാതടത്തിലും ആഗ്ര കനാലിലൂടെയുള്ള ജലസേചനത്തിനായും യമുനയിലെ ജലം വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ യമുന നദിയെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന നദി. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെയാണ് യമുന നദി ഒഴുകുന്നത്. ഗംഗാ നദിയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെയാണ് യമുന ഒഴുകുന്നത്. ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത്. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. അലഹബാദിലെ പ്രയാഗിൽ വെച്ച് യമുന ഗംഗാ നദിയുമായി സംഗമിക്കുന്നു. യമുന ഗംഗാ നദിയുമായി സംഗമിക്കുന്നത് അലഹബാദിലെ പ്രയാഗിൽ വെച്ചിട്ടാണ്. അലഹബാദിലെ പ്രയാഗിൽ വെച്ചാണ് യമുന ഗംഗാ നദിയുമായിട്ട് സംഗമിക്കുന്നത്. ഇനി യമുന നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാന്ന് നോക്കാം. ചമ്പൽ, സിന്ധ്, ബെറ്റ്വ എന്നീ നദികൾ യമുനയുടെ വലത് തീരത്തുള്ള പോഷക നദികളാണ്. ഈ പോഷക നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന ചമ്പൽ, സിന്ധ്, ബെറ്റ്വ എന്നീ നദികൾ യമുനയുടെ വലത് തീരത്തുള്ള പോഷക നദികളാണ്. അതുപോലെ ഹിന്ദൻ, റിംഗ്, സെങ്കൺ, വരുണ എന്നിവ ഇടതു തീരത്ത് വന്നു ചേരുന്ന യമുനയുടെ പോഷക നദികളാണ്. ഇനി നമുക്ക് ഓരോ പോഷക നദികളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം പറയുന്നത് ചമ്പൽ നദിയെ പറ്റിയിട്ടാണ്. മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിൽ മൗവിനടുത്തായി ഉത്ഭവിക്കുന്നു. വടക്കോട്ട് ഒഴുകുന്ന ചമ്പൽ രാജസ്ഥാനിലെ കോട്ടയ്ക്ക് മുൻപായി ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകുന്നു. ഗാന്ധിസാഗർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയാണ്. കോട്ടയിൽ നിന്നും താഴോട്ടൊഴുകി ബുന്ദി, സവായ് മധോപൂർ, ധോൽപൂർ എന്നീ പ്രദേശങ്ങൾ താണ്ടി യമുനയിൽ ചേരുന്നു. ചമ്പൽ നദി ചമ്പൽ റിവറൈൻ എന്നറിയപ്പെടുന്ന നിഷ്ഫല ഭൂപ്രകൃതിയിലൂടെ ഒഴുകുന്നു. അപ്പൊ ചമ്പൽ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മധ്യപ്രദേശിലുള്ള മാൾവ പീഠഭൂമിയിലെ മൗ എന്ന പ്രദേശത്തിന് അടുത്ത് വെച്ചാണ്. മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിലെ മൗ എന്ന പ്രദേശത്തിനടുത്ത് വെച്ചാണ് ചമ്പൽ നദി ഉത്ഭവിക്കുന്നത്. ഉത്ഭവത്തിന് ശേഷം ചമ്പൽ നദി വടക്കോട്ട് ഒഴുകി അത് രാജസ്ഥാനിലെ കോട്ടയിലെത്തുന്നു. ഇവിടെയാണ് ഗാന്ധിസാഗർ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ചമ്പൽ നദിയിലാണ് ഗാന്ധിസാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയിൽ നിന്നും താഴോട്ടേക്ക് ഒഴുകി ചമ്പൽ നദി യമുനയുമായിട്ട് ചേരുന്നു. ചമ്പൽ നദി നിഷ്ഫല ഭൂപ്രദേശങ്ങൾക്ക് പ്രസിദ്ധമാണ്. ചമ്പൽ മലയിടുക്കുകൾ എന്ന പേരിൽ ഈ ഭൂപ്രകൃതി അറിയപ്പെടുന്നുണ്ട്. അടുത്ത പോഷക നദിയായ ഗണ്ഡക് നദിയെ പറ്റി പഠിക്കാം. കാളി ഗണ്ഡക്, തൃശൂൽ ഗംഗ എന്നീ രണ്ട് അരുവികൾ ചേർന്നാണ് ഗണ്ഡക് നദി രൂപം കൊണ്ടിരിക്കുന്നത്. നേപ്പാൾ ഹിമാലയത്തിലെ ധൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയ്ക്കാണ് ഉത്ഭവം. നേപ്പാളിന്റെ മധ്യഭാഗത്തുകൂടെ ഒഴുകി ബീഹാറിലെ ചമ്പാരനിൽ ഇന്ത്യയിലേക്ക് കടക്കുന്ന ഗണ്ഡക് പാട്നയ്ക്കടുത്ത് സോൻപൂരിൽ വെച്ച് ഗംഗാ നദിയുമായി ചേരുന്നു. അപ്പോൾ കാളി ഗണ്ഡക്, തൃശൂൽ ഗംഗ എന്നീ രണ്ട് അരുവികൾ ചേർന്നിട്ടാണ് ഗണ്ഡക് നദി രൂപം കൊണ്ടിരിക്കുന്നത്. കാളി ഗണ്ഡക്, തൃശൂൽ ഗംഗ എന്നീ രണ്ട് അരുവികൾ ചേർന്നാണ് ഗണ്ഡക് നദി രൂപം കൊണ്ടിരിക്കുന്നത്. ഗണ്ഡക് നദിയുടെ ഉത്ഭവം എവിടെയാണ്? നേപ്പാൾ ഹിമാലയത്തിലെ ധൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്ക് ഇടയ്ക്കുമാണ് ഗണ്ഡക് നദിയുടെ ഉത്ഭവസ്ഥാനം. നേപ്പാൾ ഹിമാലയത്തിൽ ഉത്ഭവിക്കുന്ന ഈ ഗണ്ഡക് നദി നേപ്പാളിന്റെ മധ്യഭാഗത്തേക്ക് ഒഴുകി ബീഹാറിലെ ചമ്പാരൻ ജില്ലയിൽ വെച്ചിട്ടാണ് ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. പാട്നയ്ക്കടുത്തുള്ള സോൻപൂരിൽ വെച്ച് ഗണ്ഡക് ഗംഗാ നദിയുമായിട്ട് ചേരുന്നു. അടുത്ത് പഠിക്കാനുള്ള നദിയാണ് ഘാഗ്ര നദി. ടിബറ്റൻ ഹിമാലയത്തിലെ മാപ്ചുങ്കോ ഹിമാനിയിൽ നിന്നാണ് ഘാഗ്ര നദിയുടെ ഉത്ഭവം. അപ്പോൾ ടിബറ്റൻ ഹിമാലയത്തിലെ മാപ്ചുങ്കോ ഹിമാനിയിൽ നിന്നാണ് ഘാഗ്ര നദി ഉത്ഭവിക്കുന്നത്. ടില, സേതി, ബേരി എന്നിവയാണ് ഇതിൻ്റെ പ്രധാന പോഷക നദികൾ. ഘാഗ്ര നദിയുടെ പോഷക നദികളാണ് ടില, സേതി, ബേരി എന്നിവ. ചപ്രയിൽ വെച്ച് ഘാഗ്ര നദി ഗംഗയുമായി ചേരുന്നു. ചപ്രയിൽ വെച്ച് ഘാഗ്ര നദി ഗംഗയിൽ ചേരുന്നതിന് മുൻപായി ശാരദ നദി ഘാഗ്ര നദിയിൽ ചേരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ടിബറ്റൻ ഹിമാലയത്തിലെ മാപ്ചുങ്കോ ഹിമാനിയിൽ നിന്നാണ് ഘാഗ്ര നദിയുടെ ഉത്ഭവം. ഘാഗ്ര നദിയുടെ പ്രധാന പോഷക നദികളാണ് ടില, സേതി, ബേരി. ചപ്രയിൽ വെച്ച് ഘാഗ്ര നദി ഗംഗാ നദിയുമായി ചേരുന്നു. അടുത്ത പഠിക്കാനുള്ള നദിയാണ് കോസി നദി. കോസി നദിയിലെ പ്രധാന അരുവിയായ അരുൺ ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ എവറസ്റ്റ് കൊടുമുടിയുടെ വടക്ക് ഭാഗത്ത് നിന്നാണ്. നേപ്പാളിലെ മധ്യ ഹിമാലയം കടന്ന് അത് സോൺ കോസി, തമൂർ കോസി എന്നീ അരുവികളുമായി ചേരുകയും സപ്തകോസിയായി മാറുകയും ചെയ്യുന്നു.
കോസിയിലെ ഒരു പ്രധാന അരുവിയാണ് അരുൺ. അരുൺ ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ എവറസ്റ്റ് കൊടുമുടിയുടെ വടക്ക് ഭാഗത്ത് നിന്നാണ്. നേപ്പാളിൽ മധ്യ ഹിമാലയം കടന്നതിന് ശേഷം കിഴക്ക് നിന്ന് തമോർ കോസിയും പടിഞ്ഞാറ് നിന്ന് സോൺ കോസിയും പ്രധാന അരുവിയായ അരുണുമായി ചേർന്ന് സപ്തകോസിയായി മാറുന്നു. അടുത്ത പോഷക നദിയാണ് രാംഗംഗ. ഗഡ്വാൾ കുന്നുകളിൽ ഗർസയിനടുത്ത് നിന്നുത്ഭവിക്കുന്ന ഒരു ചെറു നദിയാണ് രാംഗംഗ. സിവാലിക് മലനിരകൾ മുറിച്ചു കടന്നതിന് ശേഷം തെക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു. ഉത്തർപ്രദേശിലെ നജിബാബാദിനടുത്ത് സമതലത്തിൽ പ്രവേശിക്കുന്ന രാംഗംഗ കനൌജിൽ വെച്ച് ഗംഗയുമായി കൂടിച്ചേരുന്നു. അപ്പോൾ ഗർവാൾ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ചെറിയ നദിയാണ് രാംഗംഗ. സിവാലിക് മലനിരകൾ മുറിച്ചു കടന്നതിന് ശേഷം അത് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുകയും ഉത്തർപ്രദേശിൽ വെച്ച് സമതലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. രാംഗംഗ കനൌജിൽ വെച്ചാണ് ഗംഗാ നദിയുമായിട്ട് കൂടിച്ചേരുന്നത്. രാംഗംഗ കനൌജിൽ വെച്ചാണ് ഗംഗാ നദിയുമായി കൂടിച്ചേരുന്നത്. അടുത്ത പോഷക നദിയാണ് ദാമോദർ. ദാമോദർ നദി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകി ഹുഗ്ലി നദിയിൽ എത്തിച്ചേരുന്നു. ബരാക് നദി പ്രധാന പോഷക നദിയാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെട്ടിരുന്ന ദാമോദർ നദിയിലെ നീരൊഴുക്കിനെ ദാമോദർ വാലി കോർപ്പറേഷൻ എന്ന വിവിധോദ്ദേശ പദ്ധതിയിലൂടെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിച്ചു. അപ്പോൾ ദാമോദർ നദി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകിയിട്ടാണ് ഹുഗ്ലി നദിയിലേക്ക് എത്തിച്ചേരുന്നത്. ദാമോദർ നദിയുടെ പ്രധാന പോഷക നദിയാണ് ബരാക് നദി. ബംഗാളിന്റെ ദുഃഖം എന്നാണ് ദാമോദർ നദി അറിയപ്പെടുന്നത്. അടുത്ത പോഷക നദിയായ ശാരദ നദിയെ പറ്റി പഠിക്കാം. നേപ്പാൾ ഹിമാലയത്തിലെ മിലം ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാരദ അഥവാ സരയൂ നദി അവിടെ ഗോരി ഗംഗ എന്നറിയപ്പെടുന്നു. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കാളി അല്ലെങ്കിൽ ചൗക്ക് എന്നറിയപ്പെടുന്ന ശാരദാ നദി ഇവിടെ വെച്ച് ഗാഗ്ര നദിയിൽ ചേരുന്നു. അപ്പോൾ ശാരദാ നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സരയു. ശാരദാ നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സരയൂ നദി. ഈ ശാരദാ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് നേപ്പാൾ ഹിമാലയത്തിലെ മിലം ഹിമാനിയിൽ നിന്നാണ് ശാരദാ നദി ഉത്ഭവിക്കുന്നത്. അവിടെ ഗോരി ഗംഗ എന്ന പേരിലാണ് ശാരദാ നദി അറിയപ്പെടുന്നത്. ഉത്ഭവസ്ഥാനത്ത് ഗോരി ഗംഗ എന്ന പേരിലാണ് ശാരദാ നദി അറിയപ്പെടുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കാളി അല്ലെങ്കിൽ ചൗക്ക് എന്ന പേരിലും ശാരദാ നദി അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ശാരദാ നദി അറിയപ്പെടുന്നത് കാളി അല്ലെങ്കിൽ ചൗക്ക് എന്ന പേരിലാണ്. അടുത്ത പോഷക നദിയായ മഹാനന്ദയെ പറ്റി പഠിക്കാം. ഗംഗയുടെ മറ്റൊരു പോഷക നദിയായ മഹാനന്ദ ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇടതുകരയിലൂടെ പശ്ചിമ ബംഗാളിൽ വെച്ച് ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദിയാണ് മഹാനന്ദ. അപ്പം മഹാനന്ദ എന്ന് പറയുന്നത് ഗംഗയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ്. ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നാണ് മഹാനന്ദ നദി ഉത്ഭവിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ വെച്ചിട്ടാണ് മഹാനന്ദ ഗംഗാ നദിയുമായിട്ട് ചേരുന്നത്. ഇടതുകരയിലൂടെ ഗംഗാ നദിയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദിയാണ് മഹാനന്ദ നദി. അടുത്ത പോഷക നദിയാണ് സോൺ നദി. ഗംഗയുടെ തെക്കു നിന്നും ചേരുന്നവയിൽ ഏറ്റവും വലിയ പോഷക നദിയായ സോൺ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. പീഠഭൂമിയുടെ പാർശ്വഭാഗത്ത് തുടർച്ചയായ വെള്ളച്ചാട്ടങ്ങൾ നിർമ്മിച്ചു കൊണ്ടൊഴുകുന്ന സോൺ പാട്നയ്ക്ക് പടിഞ്ഞാറ് ആരയിൽ വെച്ച് ഗംഗാ നദിയിൽ ചേരുന്നു. അപ്പോൾ ഗംഗയുടെ തെക്കൻ കരയിലേക്ക് ചേരുന്ന നദികളിൽ ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ നദി. സോൺ നദി ഉത്ഭവിക്കുന്നത് അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ്. സോൺ നദി പാട്നയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരയിൽ വെച്ചാണ് ഗംഗാ നദിയുമായിട്ട് കൂടിച്ചേരുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഗംഗാ നദീവ്യൂഹത്തെ പറ്റിയിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രഹ്മപുത്ര നദീവ്യൂഹം. മാനസ സരോവര തടാകത്തിനടുത്ത് കൈലാസ പർവ്വതത്തിലെ ചെമയുങ്തിങ് ഹിമാനിയിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ലോകത്തിലെ വൻ നദികളിലൊന്നാണ് ബ്രഹ്മപുത്ര. മാനസ സരോവര തടാകത്തിനരികെയുള്ള കൈലാസ പർവ്വതത്തിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? മാനസ സരോവര തടാകത്തിനരികെയുള്ള കൈലാസ പർവ്വതത്തിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ദക്ഷിണ ടിബറ്റിലെ വരണ്ടതും നിരപ്പാർന്നതുമായ പ്രദേശത്തിലൂടെ ഏകദേശം 1200 കിലോമീറ്റർ നീളത്തിൽ കിഴക്ക് ദിശയിൽ ഒഴുകുന്ന ബ്രഹ്മപുത്ര ഇവിടെ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. സാങ്പോ എന്നാൽ ശുദ്ധീകരിക്കുന്ന എന്നാണ് അർത്ഥം. അപ്പൊ ടിബറ്റില് ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ എന്നാൽ ശുദ്ധീകരിക്കുന്നവൻ എന്നാണ് അർത്ഥം.
ടിബറ്റിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. സാങ്പോ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ശുദ്ധീകരിക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത്. ടിബറ്റിലെ ഒരു പ്രധാന വലത് തീര പോഷക നദിയാണ് രംഗോ സാങ്പോ. മധ്യ ഹിമാലയത്തിലെ നംച ബർവ പർവ്വതത്തെ മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകിയതിനു ശേഷം മലയടിവാരത്ത് നദി സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നറിയപ്പെടുന്നു. ഈ നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയ പട്ടണത്തിന് പടിഞ്ഞാറ് വെച്ചാണ്. ദിബാങ് അഥവാ സിക്കാങ്, ലൂഹിത് എന്നീ പോഷക നദികൾ ഇടത്തുനിന്നും ദിഹാങ്ങിനോട് ചേരുന്നു. ഇതിനു ശേഷമാണ് ഈ നദി ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. മധ്യ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര മലയടിവാരത്തിലെത്തുമ്പോൾ സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് സിയാങ് അല്ലെങ്കിൽ ദിഹാങ്. മധ്യ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര മലയടിവാരത്തിലെത്തുമ്പോൾ സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. അരുണാചൽ പ്രദേശിലെ സാദിയ പട്ടണത്തിന് പടിഞ്ഞാറ് വെച്ചാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അസം താഴ്വരയിലൂടെ 750 കിലോമീറ്റർ ദൂരം ഒഴുകുമ്പോൾ ബ്രഹ്മപുത്രയിൽ അനേകം പോഷക നദികൾ വന്നു ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇടതുതീര പോഷക നദികളാണ് ബർഹി ദിഹിങ്, ധൻസരി, കലാങ് എന്നിവ. പ്രധാന വലതുതീര പോഷക നദികൾ സുബൻസിരി, മാനസ്, സങ്കോഷ്, കാമൻ. ഇവയിൽ ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുബൻസിരി ഒരു പൂർവ്വകാലീന നദിയാണ്. ദുബ്രിക്കടുത്തു വെച്ച് ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന ബ്രഹ്മപുത്ര പിന്നീട് തെക്ക് ദിശയിലേക്ക് ഒഴുകുന്നു. ബംഗ്ലാദേശിൽ വെച്ച് ടീസ്റ്റ നദി ബ്രഹ്മപുത്രയുമായി ചേർന്നതിന് ശേഷം ജമുന എന്നറിയപ്പെടുന്നു. പിന്നീട് ജമുന പത്മയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബ്രഹ്മപുത്രയുടെ ഇടതുതീര പോഷക നദികളാണ് ബർഹി ദിഹിന്ദ്, ധൻസരി, കലാങ് എന്നിവ. ബ്രഹ്മപുത്ര നദിയുടെ വലതുതീര പോഷക നദികളാണ് സുബൻസിരി, കാമങ്, മാനസ്, സങ്കോഷ് എന്നിവ. ബംഗ്ലാദേശിൽ വെച്ച് ടീസ്റ്റ നദി ബ്രഹ്മപുത്രയിൽ ലയിക്കുന്നതിന് ശേഷം ബ്രഹ്മപുത്ര ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് ജമുന പത്മ നദിയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളുടെ പേരൊക്കെ പഠിച്ചു വെക്കണേ. ബാക്കി ഭാഗം പഠിക്കാം. ബ്രഹ്മപുത്ര വെള്ളപ്പൊക്കത്തിനും തീര അപരദനത്തിനും ഗതിമാറി ഒഴുകുന്നതിനും പേരുകേട്ട നദിയാണ്. കാരണം ഇതിൻ്റെ മിക്ക പോഷക നദികളും വളരെ വലിപ്പമുള്ളവയാണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ അളവിൽ മഴ ലഭിക്കുന്നതിനാൽ വളരെ കൂടുതൽ അവസാദങ്ങൾ വഹിച്ചു കൊണ്ടുവരുന്നവയുമാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ബ്രഹ്മപുത്ര വെള്ളപ്പൊക്കത്തിനും തീര അപരദനത്തിനും ഗതിമാറി ഒഴുകുന്നതിനൊക്കെ പേരുകേട്ട നദിയാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളുടെ വലിപ്പവും വൃഷ്ടിപ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നതുമാണ് ഇതിന് കാരണം. ഭൂരിഭാഗം പോഷക നദികളും വലിയ നദികളായതിനാൽ വൃഷ്ടിപ്രദേശത്ത് കൂടുതൽ മഴ ലഭിക്കുമ്പോൾ അവ വൻതോതിൽ അവസാദങ്ങൾ വഹിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മപുത്ര നദീവ്യൂഹവുമായി ബന്ധപ്പെട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഉപദ്വീപീയ നദികളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.